മണ്ഡലകാലം 39-ാം ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിലെ ആകെ നടവരവ് 204.30 കോടി രൂപ. സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 25 വരെയുള്ള മൊത്തം നടവരവാണിത്. കുത്തകലേലം, കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാണിക്കയായി ലഭിച്ചത് 63.89 കോടി രൂപയാണ്. അരവണ വിൽപ്പനയിൽ 96.32 കോടി രൂപയും അപ്പം വിൽപ്പനയിൽ 12.38 കോടി രൂപയും ലഭിച്ചു. 39 ദിവസത്തെ, അത് ഇന്നലെ വരെ ഈ വർഷത്തെ കണക്ക് 204,30,76,704. 204, 30, 76, 704. കഴിഞ്ഞ വർഷം 222,98,70,250. 222, 98, 70, 250. വ്യത്യാസം 18,67,93,546. 18, 67, 93, 546 വ്യത്യാസം. അതിൽ അരവണയിൽ 90 ഈ വർഷത്തെ വരവാണ് 96,32,44,610. 96, 32, 44, 610. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് 103,97,21,570. 103, 97, 21, 570. വ്യത്യാസം 7,64,76,960. 76, 47, 69, 60 വ്യത്യാസം. അപ്പം ഈ വർഷം 12,38,76,720. 12, 38, 76, 720. കഴിഞ്ഞ വർഷം 13,29,930. 13, 29, 00, 930. വ്യത്യാസം 90,24,210. 90, 24, 210. കാണിക്കയും കൂടി പറയാം. കാണിക്ക ഈ വർഷം 63,89,10,320. 63, 89, 10, 320. കഴിഞ്ഞ വർഷം 70,10,81,988. 70, 10, 81, 988. അത് വ്യത്യാസം 6,21,71,668. 62, 17, 16, 68. വ്യത്യാസം 6,21,00,000 അതാണ് വ്യത്യാസമുള്ളത്. ഇവിടെ ഇതുവരെ ഏതാണ്ട് 31,43,160 വന്നുപോയി എന്നാണ് പോലീസ് നൽകുന്ന കണക്ക്. 43,167. അന്നദാനം ഇതുവരെ ഏതാണ്ട് 7,25,049 പേർ കഴിച്ചിട്ടുണ്ട് അന്നദാനം. മണ്ഡലകാലം തുടങ്ങി ഡിസംബർ 25 വരെ ശബരിമലയിൽ 31,43,163 പേരാണ് ദർശനം നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ 25 വരെ 7,25,049 പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി. പമ്പ ഹിൽ ടോപ്പിൽ 2000 ചെറുവാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനായെന്നും പ്രസിഡന്റ് പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ 27 വൈകിട്ട് 11 മണിക്ക് ശബരിമല നടയടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് വീണ്ടും നട തുറക്കും. മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി 13 വൈകിട്ട് പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കും. ജനുവരി 14 രാവിലെ ബിംബശുദ്ധിക്രിയകളും നടക്കും. ജനുവരി 15 മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46 മകരസംക്രമ പൂജ നടക്കും. പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ, തിരുവാഭരണം ചാർത്തി ദീപാരാധന, മകരവിളക്ക് ദർശനം എന്നിവ നടക്കും. 15, 16, 17, 18, 19 തീയതികളിൽ എഴുന്നള്ളിപ്പും നടക്കും. 19 ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കും.
ജനുവരി 20 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ജനുവരി 21 രാവിലെ പന്തളം രാജാവിന് മാത്രം ദർശനം, തുടർന്ന് നട അടയ്ക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യു ടോക്ക് ശബരിമല.